ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരുഭൂമിയിലെ ഉപവാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ്. ഈ ദൂതപുത്രനെ പോലെ നമ്മൾ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പൊ ഈ നടക്കുന്നതിനുള്ള വഴി യേശുനാഥനാണ്. യേശുവിനെ പിൻചെന്നാണ് നമ്മൾ നടക്കുന്നത്. അവൻ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയാണ് ഈ ഉപവാസത്തേക്ക്. അവൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലായിരുന്നു. ഒരുപക്ഷെ മരുഭൂമി അനുഭവം നമുക്കും അനുഭവപ്പെടുന്നത് വളരെ തെറ്റായ ഒരു രീതിയിലാണ്. കാരണം കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും ഒക്കെ ഒരു സമയമായി നമ്മൾ ഇതിനെ കണക്കാക്കാം. പക്ഷെ യേശുവിനെ സംബന്ധിച്ച് മരുഭൂമി അനുഭവം പീഡനത്തിന്റെയോ ദുഃഖത്തിന്റെയോ ഒന്നും അവസരം മാത്രമായിരുന്നില്ല. കാരണം മരുഭൂമി അനുഭവത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ അവന്റെ പരീക്ഷണങ്ങൾക്ക് ശേഷം മാലാഖന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നാണ്. അതായത് സ്വർഗീയ സാന്നിധ്യത്തിന്റെ ഇടം കൂടെയാണ് ഈ മരുഭൂമി അനുഭവം. ഈ നോമ്പ് കാലഘട്ടത്തിന്റെ ആത്മീയതയും അതാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ നോമ്പ് എടുക്കുമ്പോൾ സ്വർഗീയമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ നിറയുന്നുണ്ട്. ഞാൻ ഈ ഉപവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ചിന്തയും അതായിരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തെ മെരുക്കുകയാണ് ക്രിസ്തു നടന്ന വഴികളിലൂടെ. അവന്റെ വഴിയിലൂടെ നടന്ന് സ്വർഗീയമായ അനുഭവങ്ങൾ സ്വീകരിച്ച് അവനെ പോലെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാനുള്ള ഒരു കൃപയുടെ വിളിയാണ്. ഈ വിളി എല്ലാവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നോമ്പിന്റെ കാലഘട്ടം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ആമേൻ.